ഹായ് ഹലോ റീസ്റ്റാർട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചൈൽഡ് സൈക്കോളജി ആണല്ലേ. കേട്ടിട്ട് നോട്ടിഫിക്കേഷനൊക്കെ വന്നു, എല്ലാവരും അറിഞ്ഞല്ലോ അല്ലേ. അപ്പോൾ കേട്ടിട്ടുകാർക്കും LPUPക്കാർക്കും മെയിനായിട്ട് വരുന്നൊരു സബ്ജക്റ്റാണ് ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്, കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള പാഠ്യപദ്ധതി ചട്ടക്കൂടാണ്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. കേരള പാഠ്യപദ്ധതിയെക്കുറിച്ച് പഠിക്കുന്നതിന് മുൻപ് എന്താണ് പാഠ്യപദ്ധതി എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. വിദ്യാലയത്തിന് അകത്തും പുറത്തും പഠിതാവ് നേടിയിരിക്കേണ്ട വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളുടെയും അനുഭവങ്ങളുടെയും ആകെ തുകയാണ് പാഠ്യപദ്ധതി എന്ന് പറയുന്നത് കേട്ടോ. വിദ്യാലയത്തിനകത്തും പുറത്തും പഠിതാവ് നേടിയിരിക്കേണ്ട വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളുടെയും അനുഭവങ്ങളുടെയും ആകെ തുകയാണ് പാഠ്യപദ്ധതി. ഔപചാരിക വിദ്യാഭ്യാസ കാലത്ത് ഒരു പഠിതാവ് സ്കൂളിനകത്തും പുറത്തുമായി കടന്നു പോകേണ്ട അനുഭവങ്ങളുടെ ആകെ തുകയാണ് പാഠ്യപദ്ധതി. ഓക്കെ, പാഠ്യപദ്ധതിയെ സ്വാധീനിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ശാസ്ത്രീയമായ അറിവ്, പഠിതാക്കളുടെ വളർച്ച, സമൂഹത്തിൻ്റെ ആവശ്യം, അധ്യാപകരുടെ കഴിവും അറിവും, പാഠപുസ്തകങ്ങൾ, ബോധന ഉപകരണങ്ങൾ, പരീക്ഷയും മൂല്യനിർണയവും. ഇതൊക്കെ എന്താണ്? പാഠ്യപദ്ധതിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് കേട്ടോ. നോക്കി വെക്കണേ. EMS നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയാണ് വിദ്യാഭ്യാസ മേഖലയെ ഏകീകരിക്കുകയും 1959 കേരള വിദ്യാഭ്യാസ നിയമവും ചട്ടവും വികസിപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ ഏത് മന്ത്രിസഭയിലാണ്? EMS നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു അല്ലേ. ഇദ്ദേഹമാണ് വിദ്യാഭ്യാസ മേഖലയെ ഏകീകരിക്കുകയും കേരള വിദ്യാഭ്യാസ നിയമവും ചട്ടവും വികസിപ്പിക്കുകയും ചെയ്തത്. എന്താണ്? വർഷം ഓർത്തു വെക്കണം, 1959 കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് അവശ്യ പഠന നിലവാരം എന്നതാണ് കേട്ടോ. മിനിമം ലെവൽ ഓഫ് ലേണിംഗ്, MLL കേട്ടിട്ടുണ്ടോ? MLL എന്താണ്? മിനിമം ലെവൽ ഓഫ് ലേണിംഗ് എന്നാണ് കേട്ടോ. ഇതെന്താണെന്ന് അറിയണ്ടേ? നോക്കാം. ഓരോ കുട്ടിയും ഓരോ ക്ലാസ്സിലും നേടേണ്ട ആവശ്യ ശേഷികൾ നിശ്ചയിച്ച് ഉറപ്പുവരുത്തുന്നതാണ് MLL. എന്താണ്? ഓരോ കുട്ടിയും ഓരോ ക്ലാസ്സിലും നേടേണ്ട അവശ്യ ശേഷികൾ നിശ്ചയിച്ച് ഉറപ്പുവരുത്തുന്നതാണ് MLL, മിനിമം ലെവൽ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ അവശ്യ പഠന നിലവാരത്തിന് ഒരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ. അതൊന്ന് പഠിച്ചു വെക്കണേ. അവശ്യ പഠന നിലവാരം = പ്രാപ്തി പ്ലസ് പ്രാവീണ്യം പ്ലസ് എല്ലാവർക്കും ഗുണമേന്മ. MLL എന്താണ്? മിനിമം ലെവൽ ഓഫ് ലേണിംഗ് = കോമ്പിറ്റൻസി പ്ലസ് മാസ്റ്ററി പ്ലസ് ഇക്വിറ്റി. MLL = C പ്ലസ് M പ്ലസ് E. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് NCF 2005 കുറിച്ചും KCF 2007 കുറിച്ചും KCF 2013 കുറിച്ചുമാണ്. 1986 ദേശീയ വിദ്യാഭ്യാസ നയമാണ് ഒരു ദേശീയ പാഠ്യപദ്ധതിക്ക് രൂപം കൊടുക്കാനായി നിർദ്ദേശിച്ചത്. എന്നാണ്? 1986 ദേശീയ വിദ്യാഭ്യാസ നയമാണ് ഒരു ദേശീയ പാഠ്യപദ്ധതിക്ക് രൂപം കൊടുക്കാനായിട്ട് നിർദ്ദേശിച്ചത് കേട്ടോ. പാഠ്യപദ്ധതി, പാഠപുസ്തകം, അധ്യാപന രീതി, ഈ 3 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പാഠ്യപദ്ധതി പരിഷ്കരണം നടന്നത് കേട്ടോ. ഏതൊക്കെയാണ്? പാഠ്യപദ്ധതി, പാഠപുസ്തകം, അധ്യാപന രീതി എന്നീ 3 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പാഠ്യപദ്ധതി പരിഷ്കരണം നടന്നത് കേട്ടോ. നമുക്ക് നോക്കാം. NCF 2005 നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. ഓക്കെ, എന്താണ് ഫുൾ ഫോം? NCFൻ്റെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്നാണ് NCFൻ്റെ ഫുൾ ഫോം കേട്ടോ. NCF നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് പബ്ലിഷ് ചെയ്തത് ആരാണ്? NCERT ആണ് കേട്ടോ. NCERTൻ്റെ ഫുൾ ഫോം ആണ് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നാണ് NCERTയുടെ ഫുൾ ഫോം. ഈ NCERT ആണ് NCF നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്ത് ചെയ്തത്? പബ്ലിഷ് ചെയ്തത്. എപ്പോൾ? 2005. ഓക്കെ, NCF 2005 5 അധ്യായങ്ങൾ അടങ്ങുന്ന ഒരു രേഖയാണ് കേട്ടോ. എത്ര അധ്യായങ്ങളാണ്? 5 അധ്യായങ്ങൾ അടങ്ങുന്ന ഒരു രേഖയാണ് NCF 2005 എന്ന് പറയുന്നത്. NCF 10ാം ക്ലാസ്സിലെ ബോർഡ് പരീക്ഷ ഓപ്ഷണൽ ആക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു.
NCF എന്താ നിർദ്ദേശിച്ചത്? 10ാം ക്ലാസ്സിലെ ബോർഡ് പരീക്ഷ ഓപ്ഷണൽ ആക്കണമെന്ന് നിർദ്ദേശിച്ചു. അതുപോലെ തന്നെ ഗ്രേഡുകൾ അടിസ്ഥാനമാക്കിയുള്ള മൂല്യനിർണ്ണയ സമ്പ്രദായം NCF നിർദ്ദേശിച്ചതാണ് കേട്ടോ. ഗ്രേഡുകൾ അടിസ്ഥാനമാക്കിയുള്ള മൂല്യനിർണ്ണയ സമ്പ്രദായം NCF നിർദ്ദേശിച്ചതാണ്. NCF മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഭാരമില്ലാതെ പഠിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, പ്രായത്തിനനുസരിച്ചുള്ള ആശയങ്ങൾ, സിലബസ് കുറയ്ക്കുക. ഇങ്ങനെ 3 കാര്യങ്ങൾക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? ഭാരമില്ലാതെ പഠിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, പ്രായത്തിനനുസരിച്ചുള്ള ആശയങ്ങൾ, പിന്നെ സിലബസ് കുറയ്ക്കുക. ഇതിനാണ് NCF ഫോക്കസ് ചെയ്യുന്നത്. NCF 2005 ജ്ഞാനനിർമ്മിതിവാദം അടിസ്ഥാനമാക്കിയുള്ളതാണ്. NCF 2005 22 ഭാഷകളിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? NCF 2005 എന്ന് പറയുന്നത് ജ്ഞാനനിർമ്മിതിവാദം അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതുപോലെ തന്നെ ഇത് 22 ഭാഷകളിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എത്ര ഭാഷകളിലാണ് വിവർത്തനം ചെയ്തിട്ടുള്ളത്? 22 ഭാഷകളിലാണ് വിവർത്തനം ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ അധ്യാപകനൊരു സഹായകൻ മാത്രമായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അധ്യാപകനൊരു സഹായകൻ മാത്രമാണ്. പ്രൊഫസർ യശ്പാലാണ് അധ്യക്ഷനായിരുന്നത് കേട്ടോ. NCF 2005 പ്രൊഫസർ യശ്പാലാണ് അധ്യക്ഷനായിരുന്നത്. അതുപോലെ തന്നെ NCF അനുസരിച്ച് പഠനം സജീവവും സാമൂഹികവുമാണ്. NCF അനുസരിച്ച് പഠനം സജീവവും സാമൂഹികവുമാണ്. ദേശീയ വിദ്യാഭ്യാസ സമ്പ്രദായം ശക്തിപ്പെടുത്തുക എന്നതാണ് NCFൻ്റെ പ്രധാന സവിശേഷത. അപ്പോൾ NCFൻ്റെ പ്രധാന സവിശേഷത എന്താണ്? ദേശീയ വിദ്യാഭ്യാസ സമ്പ്രദായം ശക്തിപ്പെടുത്തുക എന്നതാണ് കേട്ടോ. NCF തുടങ്ങുന്നത് ടാഗോറിൻ്റെ എസ്സേ വെച്ചിട്ടാണ്. ഏതാണ്? സിവിലൈസേഷൻ ആൻഡ് പ്രോഗ്രസ് എന്ന എസ്സേ വെച്ചിട്ടാണ്, ടാഗോറിൻ്റെ എസ്സേ വെച്ചിട്ടാണ് NCF തുടങ്ങുന്നത്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ടാഗോറിൻ്റെ എസ്സേ വെച്ചിട്ടാണ് കേട്ടോ. അത് ചോദിക്കും. സിവിലൈസേഷൻ ആൻഡ് പ്രോഗ്രസ് എന്നതാണ്. NCFൽ 9 സബ്ജക്റ്റ് പറയുന്നുണ്ട്. NCFൽ എത്ര സബ്ജക്റ്റാണ് പറയുന്നത്? 9 സബ്ജക്റ്റുകളാണ്. ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ലാംഗ്വേജ്, മാത്സ്, കമ്പ്യൂട്ടർ, സയൻസ്, സോഷ്യൽ, ആർട്ട് എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, സ്റ്റഡി ഓഫ് പീസ്, പിന്നെ വർക്ക് ആൻഡ് എഡ്യൂക്കേഷൻ കേട്ടോ. അങ്ങനെ 9 സബ്ജക്റ്റുകളാണ് NCFൽ പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് NCF 2005 അടിസ്ഥാന തത്വങ്ങൾ, 5 അടിസ്ഥാന തത്വങ്ങളുണ്ട്, അതുകൂടെ നോക്കാം. അറിവിനെ സ്കൂളിന് ചുറ്റുമുള്ള ജീവിതവുമായി ബന്ധിപ്പിക്കണം എന്ന് പറയുന്നത് ആദ്യത്തെ അടിസ്ഥാന തത്വമാണ്. NCF നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 5 അടിസ്ഥാന തത്വങ്ങളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് അറിവിനെ സ്കൂളിന് ചുറ്റുമുള്ള ജീവിതവുമായി ബന്ധിപ്പിക്കണം എന്നത്. പഠനത്തെ മനപ്പാഠ രീതിയിൽ നിന്നും മോചിപ്പിക്കുക. പഠനത്തെ മനപ്പാഠ രീതിയിൽ നിന്നും മോചിപ്പിക്കുക. പിന്നെ പാഠ്യപദ്ധതിയെ പാഠപുസ്തക കേന്ദ്രീകൃതമല്ലാത്തതും കുട്ടികളുടെ സർവോന്മുഖമായ വികാസത്തിന് ഊന്നൽ നൽകുന്നതുമാകണം. എങ്ങനെയുള്ളതാണ്? പാഠപുസ്തകത്തിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ കുട്ടികളുടെ സർവോന്മുഖമായ വികസനത്തിന് ഊന്നൽ നൽകുന്നതുമാവണം. പിന്നെന്താ പറയുന്നത്? പരീക്ഷകളെ കൂടുതൽ അയവുള്ളതും ക്ലാസ് റൂം അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടതുമാക്കി മാറ്റണമെന്നുകൂടെ പറയുന്നുണ്ട് കേട്ടോ. ലാസ്റ്റിലെ അടിസ്ഥാന തത്വമാണ് ജനാധിപത്യ സംവിധാനത്തിന് അനുസൃതമായ ദൃഢമായ വ്യക്തിത്വം കുട്ടികളിൽ വളർത്തണം. എങ്ങനെയുള്ളത്? ജനാധിപത്യ സംവിധാനത്തിന് അനുസൃതമായ ദൃഢമായ വ്യക്തിത്വം കുട്ടികളിൽ വളർത്തണം എന്നുകൂടെ NCF 2005 പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഇവിടെ 3 ഭാഷാ സമവാക്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യ ഭാഷ, രണ്ടാം ഭാഷ, മൂന്നാം ഭാഷ, അങ്ങനെ 3 ഭാഷാ സമവാക്യങ്ങളാണ് പറയുന്നത്. ആദ്യ ഭാഷയിൽ ഉൾപ്പെടുന്ന ഭാഷയാണ് മാതൃഭാഷ അഥവാ പ്രാദേശിക ഭാഷ. ആദ്യ ഭാഷയിൽ ഏതാണ്? മാതൃഭാഷ അഥവാ പ്രാദേശിക ഭാഷയാണ് കേട്ടോ. രണ്ടാമത്തെ ഭാഷയിൽ, രണ്ടാം ഭാഷ എന്ന് പറയുന്നത് ഹിന്ദി ആയിരിക്കണം. രണ്ടാം ഭാഷ എന്ന് പറയുന്നത് എന്താണ്? ഹിന്ദി ആയിരിക്കണം. മൂന്നാം ഭാഷ ഇംഗ്ലീഷ് അഥവാ ആധുനിക ഇന്ത്യൻ ഭാഷയായിരിക്കണം കേട്ടോ. മൂന്നാം ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അഥവാ ആധുനിക ഇന്ത്യൻ ഭാഷയായിരിക്കണം. അപ്പോൾ ഇതാണ് 3 ഭാഷാ സമവാക്യങ്ങൾ. ആദ്യ ഭാഷ, രണ്ടാം ഭാഷ, മൂന്നാം ഭാഷ കേട്ടോ. അത് ഏതൊക്കെയാണെന്ന് ക്ലിയറായി മനസ്സിലാക്കി വെക്കണേ. ഓക്കെ, അപ്പോൾ ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് NCF 2005 കുറിച്ചാണ് അല്ലേ. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയിലെ സ്കൂളുകൾക്കുള്ള സിലബസ്, പാഠപുസ്തകം, അധ്യാപന രീതികൾ എന്നിവയുടെ മാർഗനിർദ്ദേശം നൽകുന്നത് NCF ആണെന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അതുപോലെ തന്നെ
NCERT ആണ് ഇത് പബ്ലിഷ് ചെയ്തത്. 2005 NCERT ആണ് NCF പബ്ലിഷ് ചെയ്തതും കൂടെ ഓർത്ത് വെക്കണേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് KCF ആണ്, കേരള കരിക്കുലം ഫ്രെയിംവർക്ക്. 2007 കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം അല്ലേ. KCF 2007 കേരള കരിക്കുലം ഫ്രെയിംവർക്ക് 2007 തയ്യാറാക്കിയിട്ടുള്ളത് SCERT ആണ് കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ചത് എന്തായിരുന്നു? NCF 2005 തയ്യാറാക്കിയത് ആരാണ്? NCERT ആണ് അല്ലേ. NCERT ആണ് അല്ലേ. NCERTൻ്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ് NCERTൻ്റെ ഫുൾ ഫോം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തായിരുന്നു? KCF തയ്യാറാക്കിയത് SCERT ആണ്. SCERTൻ്റെ ഫുൾ ഫോം ആണ് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ട്ടോ. 2005 ദേശീയ പാഠ്യപദ്ധതിയുടെ രൂപരേഖയുടെ ചുവട് പിടിച്ചുകൊണ്ട് തയ്യാറാക്കിയതാണ് കേരള പാഠ്യപദ്ധതി. NCF 2005 നമ്മൾ നേരത്തെ പഠിച്ച NCF 2005ൻ്റെ മാതൃകയിലാണ് KCF 2007 തയ്യാറാക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ KCFൻ്റെ പ്രധാന തത്വങ്ങളാണ് ജ്ഞാനനിർമ്മിതിവാദം, പഠിതാക്കളെ കേന്ദ്രീകരിച്ചുള്ളത്, പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയുള്ളത്. KCF 2007ൻ്റെ പ്രധാന തത്വങ്ങൾ എന്തൊക്കെയാണ്? ജ്ഞാനനിർമ്മിതിവാദം, പഠിതാക്കളെ കേന്ദ്രീകരിച്ചിട്ടുള്ളത്, പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയത്. ഇനി കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2007 KCF 2007 മുന്നോട്ട് വെച്ച സമീപനങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ മനസ്സിലാക്കണം. ആശയ അവതരണ രീതി, ഉദ്ഗതിത സമീപനം, ബഹുമുഖമായ ബുദ്ധിയുടെ വികാസം, അറിവിൻ്റെ നിർമ്മാണം. ഇതൊക്കെയാണ് KCF 2007 മുന്നോട്ട് വെച്ച സമീപനങ്ങൾ. ഏതൊക്കെയാണ്? ആശയ അവതരണ രീതി, ഉദ്ഗതിത സമീപനം, ബഹുമുഖമായ ബുദ്ധിയുടെ വികാസം, അറിവിൻ്റെ നിർമ്മാണം. ഓക്കെ, KCF 2007ൻ്റെ മറ്റ് സവിശേഷതകളാണ് പ്രൈമറി സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തി. പ്രൈമറി സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തിയത് KCF 2007 ആണ് കേട്ടോ. കേരളം അഭിമുഖീകരിക്കുന്ന സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ പ്രശ്നങ്ങളെ വിലയിരുത്തി KCF 2007 ഈ പ്രശ്നങ്ങളെ വിശകലനം ചെയ്ത് 8 പ്രശ്ന മേഖലകളായി ക്രോഡീകരിച്ചിട്ടുണ്ട്. അതായത് കേരളം അഭിമുഖീകരിക്കുന്ന സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ പ്രശ്നങ്ങളെ വിലയിരുത്തിക്കൊണ്ട് 8 പ്രശ്ന മേഖലകളായിട്ട് ക്രോഡീകരിച്ചിട്ടുണ്ട് കേട്ടോ KCF 2007. ആ 8 പ്രശ്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് കൂടെ നോക്കാം. വിശ്വമാനവൻ എന്ന കാഴ്ചപ്പാട് രൂപപ്പെടാത്ത അവസ്ഥ, അധ്വാനശേഷി വികാസത്തിൻ്റെ അഭാവം, സാംസ്കാരിക തനിമയെക്കുറിച്ചും അതിൻ്റെ സ്വതന്ത്ര വികാസത്തെക്കുറിച്ചുമുള്ള ധാരണ കുറവ്, കൃഷി ഒരു സംസ്കാരമായി കാണാത്ത അവസ്ഥ. ഏതൊക്കെയാണ്? വിശ്വമാനവൻ എന്ന കാഴ്ചപ്പാട് രൂപപ്പെടാത്ത അവസ്ഥ, അധ്വാനശേഷി വികാസത്തിൻ്റെ അഭാവം, സാംസ്കാരിക തനിമയെക്കുറിച്ചും അതിൻ്റെ സ്വതന്ത്ര വികാസത്തെക്കുറിച്ചുമുള്ള ധാരണ കുറവ്, കൃഷി ഒരു സംസ്കാരമായി കാണാത്ത അവസ്ഥ. ഇനി 4 ഉണ്ട്. മൊത്തം 8 ആണല്ലോ. 8 പ്രശ്ന മേഖലകളായിട്ടാണ് ക്രോഡീകരിച്ചിട്ടുള്ളത്. 5ാമത്തെ പ്രശ്ന മേഖലയാണ് ശാസ്ത്രീയമായ ആരോഗ്യ പൊതുജനാരോഗ്യ കാഴ്ചപ്പാടിൻ്റെ അഭാവം. ശാസ്ത്രീയമായ ആരോഗ്യ പൊതുജനാരോഗ്യ കാഴ്ചപ്പാടിൻ്റെ അഭാവം, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുള്ള പരിഗണന ഇല്ലായ്മ, ശാസ്ത്രീയമായ സ്ഥലജല മാനേജ്മെൻറ്റിൻ്റെ അഭാവം. പിന്നെ 8ാമത്തെയാണ് പരിസ്ഥിതി സൗഹൃദപരമായ വ്യവസായവൽക്കരണത്തിൻ്റെയും നഗരവൽക്കരണത്തിൻ്റെയും അഭാവം. ഇത്രയും, അതായത് ഈ 8 പ്രശ്ന മേഖലകളായിട്ട് ക്രോഡീകരിച്ചിട്ടുള്ളത് KCF 2007 ആണ്. എന്തിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട്, അല്ലെങ്കിൽ എന്തിനെ വിലയിരുത്തിയിട്ടാണ്? കേരളം അഭിമുഖീകരിക്കുന്ന സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ പ്രശ്നങ്ങളെ വിലയിരുത്തിയിട്ടാണ് ഈ 8 പ്രശ്ന മേഖലകളായിട്ട് ക്രോഡീകരിച്ചിട്ടുള്ളത്. ഈ 8 വ്യക്തമായിട്ട് പഠിക്കണം. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിനൊക്കെ ചോദിക്കും. KCF 2007 കേരള കരിക്കുലം ഫ്രെയിംവർക്ക് 2007ൻ്റെ നെടുംതൂൺ 3 പില്ലേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. വിമർശനാത്മക ബോധനം, പ്രശ്നാധിഷ്ഠിത പാഠ്യപദ്ധതി, ജ്ഞാനനിർമ്മിതിവാദം. ഏതൊക്കെയാണ് KCF 2007ൻ്റെ നെടുംതൂൺ അഥവാ 3 പില്ലേഴ്സ് എന്ന് പറയുന്നത്? വിമർശനാത്മക ബോധനം, പ്രശ്നാധിഷ്ഠിത പാഠ്യപദ്ധതി, ജ്ഞാനനിർമ്മിതിവാദം ട്ടോ. അടുത്തത് KCF പ്രകാരമുള്ള വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. KCF പ്രകാരമുള്ള വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. സാമൂഹിക നീതി, പരിസ്ഥിതിയെക്കുറിച്ചുള്ള അവബോധം, പൗരത്വം, ദേശീയത,
തൊഴിലധിഷ്ഠിത കഴിവുകൾ. ഏതൊക്കെയാണ്? സാമൂഹിക നീതി, പരിസ്ഥിതിയെക്കുറിച്ചുള്ള അവബോധം, പൗരത്വം, ദേശീയത, തൊഴിലധിഷ്ഠിത കഴിവുകൾ. ഇതൊക്കെ KCF പ്രകാരമുള്ള വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളാണ് കേട്ടോ. അടുത്തത് KCF പറയുന്ന പഠനരീതി ശാസ്ത്രങ്ങളാണ്. കേരള കരിക്കുലം പറയുന്ന പഠനരീതി ശാസ്ത്രങ്ങളാണ് വ്യക്തിഗത പഠനം, മത്സരാധിഷ്ഠിത പഠനം, സഹകരണ പഠനം. വ്യക്തിഗത പഠനം, മത്സരാധിഷ്ഠിത പഠനം, സഹകരണ പഠനം. ഇതൊക്കെ ഏതിൻ്റെയാണെന്ന് കൺഫ്യൂഷൻ ആവരുത്. ഇത് KCF പറയുന്ന പഠനരീതി ശാസ്ത്രമാണ്. അപ്പോഴാണ് പറഞ്ഞത് എന്താണ്? അപ്പോഴാണ് പറഞ്ഞത് KCF പ്രകാരമുള്ള വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളാണ്. പിന്നെ നമ്മൾ പറഞ്ഞു നെടുംതൂൺ അല്ലേ, KCF 2007 നെടുംതൂൺ 3 പില്ലേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി ഈ KCF 2007 പരിഷ്കരിച്ച് KCF 2013 വന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് KCF 2013 കുറിച്ചാണ്. ഓക്കെ, ഡോക്ടർ അബ്ദുൾ അസീസിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് KCF 2013 റിപ്പോർട്ട് സമർപ്പിച്ചത്. KCF 2013 റിപ്പോർട്ട് സമർപ്പിച്ചത് ആരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ്? ഡോക്ടർ അബ്ദുൾ അസീസിൻ്റെ ട്ടോ. പാഠ്യപദ്ധതിയിൽ ഉദ്ദേശങ്ങൾക്ക് പകരം പഠന നേട്ടങ്ങൾ എന്ന പേരിൽ കുട്ടി ആർജിക്കേണ്ട ശേഷികൾ ചിട്ടപ്പെടുത്തി. എന്തിനു പകരം? ഉദ്ദേശങ്ങൾ. പാഠ്യപദ്ധതിയിൽ ഉദ്ദേശങ്ങൾക്ക് പകരം പഠന നേട്ടങ്ങൾ എന്ന പേരിൽ കുട്ടി ആർജിക്കേണ്ട ശേഷികൾ ചിട്ടപ്പെടുത്തി. ജ്ഞാനനിർമ്മിതിവാദം അടിസ്ഥാനമാക്കിയാണ് KCF 2013 കേട്ടോ. ജ്ഞാനനിർമ്മിതിവാദത്തെ അടിസ്ഥാനമാക്കിയുള്ള തന്നെയാണ്. മാതൃഭാഷയ്ക്ക് ഇവിടെ പ്രാധാന്യം നൽകി. മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നൽകിയത് KCF 2013 പിന്നെ പറയുന്നത് പ്രൈമറി തലം മുതൽ ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കണമെന്ന് KCF 2013 നിർദ്ദേശിച്ചു. പ്രൈമറി തലം മുതൽ ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കണമെന്ന് പറഞ്ഞു. ആദ്യഘട്ടത്തിൽ 1, 3, 5, 7, 11 ഏതൊക്കെയാണ്? 1, 3, 5, 7, 11 ക്ലാസ്സുകളിലെ പുസ്തകങ്ങൾ തയ്യാറാക്കി. ആദ്യഘട്ടത്തിൽ ഈ ക്ലാസ്സുകളിലെ പുസ്തകങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. ആ ക്ലാസ്സുകൾ മനസ്സിലാക്കി വെക്കണേ. 1, 3, 5, 7, 11. ഓക്കെ, ഇനി കായിക സാംസ്കാരിക വിദ്യാഭ്യാസം, ലൈംഗിക വിദ്യാഭ്യാസം, പ്രകൃതി സംരക്ഷണം, ഭക്ഷ്യസുരക്ഷ, ദുരന്ത നിവാരണം, നിയമങ്ങൾ അറിയുക എന്നിവ നേരിട്ട് പഠന ഭാഗമാക്കി. KCF 2013 കായിക സാംസ്കാരിക വിദ്യാഭ്യാസം, ലൈംഗിക വിദ്യാഭ്യാസം, പ്രകൃതി സംരക്ഷണം, ഭക്ഷ്യസുരക്ഷ, ദുരന്ത നിവാരണം, നിയമങ്ങൾ അറിയുക എന്നിവ നേരിട്ട് പഠനഭാഗമാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് ഇത്രയേ ഉള്ളൂ കേരള പാഠ്യപദ്ധതി ചട്ടക്കൂടിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ PYQ കൂടെ നോക്കാം. ഇപ്രാവശ്യം ഞാൻ ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ, ആൻസർ പറയില്ല. നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ആൻസർ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ എന്താണ് ക്വസ്റ്റ്യൻസ് മാത്രം പറയുന്നുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ കാണിക്കുന്നുള്ളൂ. ഈ 5 ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ.